നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ +1 തുല്യതാ പഠിതാക്കൾക്കായി പൊളിറ്റിക്കൽ സയൻസിന്റെ മുൻവർഷ ചോദ്യപേപ്പറുകളിലും അക്ഷരകൈരളി മാതൃകാ ചോദ്യപേപ്പറുകളിലും വന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ആദ്യം 2024 പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് രീതിയാണ് ഇന്ത്യയുടെ ലോക്സഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുവാൻ ഉപയോഗിക്കുന്നത്. ഡാഷ് രീതിയാണ് ഇന്ത്യയുടെ ലോക്സഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുവാൻ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ്: ആനുപാതിക പ്രാതിനിധ്യം, ലിസ്റ്റ് വ്യവസ്ഥ, ഭൂരിപക്ഷ സമ്പ്രദായം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഉത്തരം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഉത്തരം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഭാഗം 1 പേജ് നമ്പർ 47 നോക്കുക. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നാൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് രീതിയാണ്. ഇന്ത്യയിലെ ലോക്സഭയുടെയും നിയമസഭകളുടെയും തെരഞ്ഞെടുപ്പിൽ ഈ സമ്പ്രദായമാണ് പിന്തുടരുന്നത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ നോക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ അനുപാതത്തിൽ സീറ്റുകൾ ലഭിക്കുന്ന തെരഞ്ഞെടുപ്പ് രീതിയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യയിൽ രാജ്യസഭയിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഈ വ്യവസ്ഥ ഉപയോഗിച്ചാണ്. അടുത്തത് ലിസ്റ്റ് വ്യവസ്ഥ എന്താണെന്ന് നോക്കാം. ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ ഒരു രീതിയാണിത്. രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക സമർപ്പിക്കുകയും ലഭിക്കുന്ന വോട്ടിന്റെ അനുപാതത്തിൽ ആ പട്ടികയിൽ നിന്നുള്ളവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. ഭൂരിപക്ഷ സമ്പ്രദായം നോക്കാം. വിജയിക്കാൻ സ്ഥാനാർത്ഥിക്ക് ആകെ സാധുവായ വോട്ടുകളുടെ 50% കൂടുതൽ ലഭിക്കേണ്ട തെരഞ്ഞെടുപ്പ് രീതിയാണിത്. ആദ്യഘട്ടത്തിൽ ഭൂരിപക്ഷം ലഭിക്കാത്ത പക്ഷം ചില രാജ്യങ്ങളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടത്താറുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ലോക്സഭയുടെ കാലാവധി ഡാഷ് ആണ്. ലോക്സഭയുടെ കാലാവധി ഡാഷ് ആണ്. ഓപ്ഷൻസ്: 6, 5, 4, 3. ഉത്തരം 5 വർഷം. ഉത്തരം 5 വർഷം. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ഭാഗം 1 പേജ് നമ്പർ 46 നോക്കുക. മൂന്നാമത്തെ ചോദ്യം, രാജ്യസഭയുടെ ആകെ അംഗസംഖ്യ ഡാഷ് ആണ്. രാജ്യസഭയുടെ ആകെ അംഗസംഖ്യ ഡാഷ് ആണ്. ഓപ്ഷൻസ്: 540, 238, 250, 543. ഉത്തരം 250. ഉത്തരം 250. ഭാഗം 1 പേജ് നമ്പർ 85 നോക്കുക. രാജ്യസഭയുടെ ഘടന എന്ന് നോക്കാം. ആകെ 280 അംഗങ്ങൾ. 238 പേർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പരോക്ഷമായി തെരഞ്ഞെടുക്കപ്പെടുന്നു. 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. സ്ഥിരം സഭയാണ് രാജ്യസഭ. 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നതിനാൽ ഒരു അംഗത്തിന് 6 വർഷം കാലാവധി ലഭിക്കും. അതുപോലെ ലോക്സഭയുടെ അംഗസംഖ്യ 543 ആണ്. ലോക്സഭയുടെ അംഗസംഖ്യ 543 ആണ്. നാലാമത്തെ ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷൻ ഡാഷ് ആണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഡാഷ് ആണ്. ഓപ്ഷൻ: പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, ഗവർണർ. ഉത്തരം ഉപരാഷ്ട്രപതി. ഉത്തരം ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. അതുപോലെ ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ അവസാനമായി രൂപീകൃതമായ സംസ്ഥാനം. ഇന്ത്യയിൽ അവസാനമായി രൂപീകൃതമായ സംസ്ഥാനം. ഓപ്ഷൻ: ഗോവ, ജാർഖണ്ഡ്, തെലുങ്കാന, ഡൽഹി. ഉത്തരം തെലുങ്കാന. ഉത്തരം തെലുങ്കാന. ഇന്ത്യയിൽ അവസാനമായി രൂപീകൃതമായ സംസ്ഥാനം തെലുങ്കാനയാണ്. ആറാമത്തെ ചോദ്യം, ഡാഷ് ആണ് ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അടിത്തറയിട്ടത്. ഡാഷ് ആണ് ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അടിത്തറയിട്ടത്. ഓപ്ഷൻസ്: PK തുങ്കൻ, റിപ്പൺ പ്രഭു, രാജീവ് ഗാന്ധി, VP സിംഗ്. ഉത്തരം റിപ്പൺ പ്രഭു. ഉത്തരം റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭു ആണ് ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അടിത്തറയിട്ടത്. 1882 റിപ്പൺ പ്രഭു കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങളാണ് ആധുനിക ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ടത്. ഓപ്ഷനിലുള്ള മറ്റു വ്യക്തികളെ കൂടെ നോക്കാം. PK തുങ്കൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ച PK തുങ്കൻ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. പിന്നീട് 73, 74 ഭരണഘടനാ ഭേദഗതികൾക്ക് ഈ നിർദ്ദേശങ്ങൾ സഹായകമായി. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകാൻ
64-ാം ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിച്ചു. അത് പാസ്സായില്ലെങ്കിലും പിന്നീട് നടന്ന ഭരണഘടനാ ഭേദഗതികൾക്ക് അത് വഴിയൊരുക്കി. VP സിംഗ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾക്ക് പിന്തുണ നൽകിയ പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ്. 7-ാമത്തെ ചോദ്യം, ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഓപ്ഷൻസ്: ആർട്ടിക്കിൾ 369, 368, 370, 367. ഉത്തരം 368. ഉത്തരം 368. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 368. ഭാഗം 1 പേജ് നമ്പർ 155. 8-ാമത്തെ ചോദ്യം, ഭരണഘടനാ ഭേദഗതിക്കുള്ള പട്ടിക പൂർത്തീകരിക്കുക. ഭരണഘടനാ ഭേദഗതിക്കുള്ള പട്ടിക പൂർത്തീകരിക്കുക. ഭാഗം 1 പേജ് നമ്പർ 156 നോക്കുക. ചോദ്യപേപ്പറിൽ പ്രത്യേക ഭൂരിപക്ഷം മാത്രമാണ് തന്നിരിക്കുന്നത്. മറ്റുള്ളത് ഒന്ന് കേവല ഭൂരിപക്ഷം, അടുത്തത് പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. അപ്പോൾ ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങൾ: 1 കേവല ഭൂരിപക്ഷം, 2 പ്രത്യേക ഭൂരിപക്ഷം, 3 പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. 9-ാമത്തെ ചോദ്യം, വിവിധ അവകാശങ്ങളുടെ പട്ടിക പൂർത്തിയാക്കുക. വിവിധ അവകാശങ്ങളുടെ പട്ടിക പൂർത്തിയാക്കുക. ഭാഗം 2 പേജ് നമ്പർ 62 നോക്കുക. അതിൽ അവകാശങ്ങളുടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ സാംസ്കാരിക അവകാശങ്ങളും പൗരാവകാശങ്ങളും ചോദ്യപേപ്പറിൽ നൽകിയിട്ടുണ്ട്. മറ്റുള്ള 2 അവകാശങ്ങൾ: 1 രാഷ്ട്രീയ അവകാശങ്ങൾ, 2 സാമ്പത്തിക അവകാശങ്ങൾ. രാഷ്ട്രീയ അവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾ. ഈ അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നല്ലതുപോലെ പഠിക്കുക. പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. 10-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക. താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക. ഭാഗം 1 പേജ് നമ്പർ 69 കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. ആദ്യം കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം നോക്കാം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ. ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ. ഈ ക്രമത്തിൽ എഴുതുക. 11-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ നീതിന്യായ ഘടന വിവരിക്കുന്ന പിരമിഡ് പൂർത്തിയാക്കുക. ഇന്ത്യയുടെ നീതിന്യായ ഘടന വിവരിക്കുന്ന പിരമിഡ് പൂർത്തിയാക്കുക. ഭാഗം 1 പേജ് നമ്പർ 104 കോടതികളെ കുറിച്ച് വിശദമായി കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക. അതുപോലെ പേജ് നമ്പർ 111 ഈ പിരമിഡ് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക. ഇത് പൂർത്തീകരിക്കാം. താഴെ തട്ടിൽ നിന്ന് തുടങ്ങാം. താഴെ കീഴ്ക്കോടതികൾ, അതിനു മുകളിൽ ജില്ലാ കോടതികൾ, അതിനു മുകളിൽ ഹൈക്കോടതികൾ, ഏറ്റവും മുകളിൽ സുപ്രീം കോടതി. കീഴ്ക്കോടതികൾ, ജില്ലാ കോടതികൾ, ഹൈക്കോടതികൾ, സുപ്രീം കോടതി. 12-ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. 12-ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുവാൻ എ കോളത്തിൽ തന്നിരിക്കുന്നത് നെൽസൺ മണ്ടേല, ആങ് സാൻ സൂക്കി, JS മിൽ. കോളം ബിയിൽ സ്വാതന്ത്ര്യത്തിലേക്ക് ഭയത്തിൽ നിന്നുള്ള മോചനം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. ഇനി ഇതൊന്ന് ചേരുംപടി ചേർക്കാം. നെൽസൺ മണ്ടേല, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. നെൽസൺ മണ്ടേല, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. ആങ് സാൻ സൂക്കി, ഭയത്തിൽ നിന്നുള്ള മോചനം. ആങ് സാൻ സൂക്കി, ഭയത്തിൽ നിന്നുള്ള മോചനം. JS മിൽ, സ്വാതന്ത്ര്യത്തിലേക്ക്. JS മിൽ, സ്വാതന്ത്ര്യത്തിലേക്ക്. ഈ ഒരു ക്രമത്തിൽ ചേർത്തെഴുതുക. അടുത്തത് 2025 പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കാം. 1-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻസ്: ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി. ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രിയായിരുന്നു. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായിരുന്നു. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായിരുന്നു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു. 1946 ഡിസംബർ 13
ലക്ഷ്യപ്രമേയം ഭരണഘടനാ സഭയിൽ അവതരിപ്പിച്ചു. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായത്. KM മുൻഷി പ്രമുഖ നിയമജ്ഞൻ, എഴുത്തുകാരൻ, സ്വാതന്ത്ര്യ സമര സേനാനി, ഭരണഘടനാ സഭയിൽ അംഗമായിരുന്നു. മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയ ഭരണഘടനാ വ്യവസ്ഥകൾ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഡാഷിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഡാഷിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഓപ്ഷൻസ്: തദ്ദേശ ഗവൺമെന്റുകൾ, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമനിർമ്മാണ സഭ. ഉത്തരം രാജ്യസഭ. ഉത്തരം രാജ്യസഭ. ഇന്ത്യയിൽ രാജ്യസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ രാജ്യസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ലോക്സഭയിലേക്ക് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. ലോക്സഭ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. ഭാഗം 1 തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന മൂന്നാമത്തെ ചാപ്റ്റർ നോക്കി കൂടുതൽ മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം, അഖിലേന്ത്യാ സർവീസിന്റെ ഉദാഹരണം ഡാഷ് ആണ്. അഖിലേന്ത്യാ സർവീസിന്റെ ഉദാഹരണം ഡാഷ് ആണ്. ഓപ്ഷൻസ്: ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, റെയിൽവേ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്. ഉത്തരം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഉത്തരം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അഖിലേന്ത്യാ സർവീസിന്റെ ഉദാഹരണം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ്. ഇന്ത്യയിലെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഘടന നോക്കി മനസ്സിലാക്കുക. ഭാഗം 1 പേജ് നമ്പർ 76 നോക്കുക. പോസ്റ്റൽ സർവീസ്, റെയിൽവേ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ് എന്നിവ കേന്ദ്ര സർവീസുകളാണ്. അപ്പോൾ അഖിലേന്ത്യാ സർവീസിന്റെ ഉദാഹരണം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ്. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, റെയിൽവേ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ് എന്നിവ കേന്ദ്ര സർവീസ് ആണ്. നാലാമത്തെ ചോദ്യം, രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് കണ്ടെത്തുക. രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ്: 4, 5, 6, 3. ഉത്തരം 6. ഉത്തരം 6 വർഷം. രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഭാഗം 1 പേജ് നമ്പർ 85 നോക്കുക. അതുപോലെ ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ഇപ്പൊ രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അഞ്ചാമത്തെ ചോദ്യം, ജുഡീഷ്യറി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം മുന്നോട്ട് വെച്ച കേസ് ഏതാണ്? ജുഡീഷ്യറി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം മുന്നോട്ട് വെച്ച കേസ് ഏതാണ്? ഓപ്ഷൻസ്: ഗോലക്നാഥ് കേസ്, കേശവാനന്ദ ഭാരതി കേസ്, മിനർവ മിൽ കേസ്, ഇന്ദിരാ സാഹ്നി കേസ്. ഉത്തരം കേശവാനന്ദ ഭാരതി കേസ്. ഉത്തരം കേശവാനന്ദ ഭാരതി കേസ്. 1973 സുപ്രീം കോടതി പരിഗണിച്ച ചരിത്രപ്രധാനമായ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ഈ കേസിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി അവതരിപ്പിച്ചത്. പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ട്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെയോ അടിസ്ഥാന സവിശേഷതകളെയോ മാറ്റാനോ നശിപ്പിക്കാനോ പാർലമെന്റിന് കഴിയില്ല എന്ന് കോടതി വിധിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ജനാധിപത്യ സ്വഭാവം സംരക്ഷിച്ച സുപ്രധാന വിധിയായാണ് ഈ കേസ് അറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം, അജ്ഞതയുടെ മൂടുപടം എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അജ്ഞതയുടെ മൂടുപടം എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: കാൾ മാർക്സ്, JS മിൽ, ജോൺ റോൾസ്, പ്ലേറ്റോ. ഉത്തരം ജോൺ റോൾസ്. ഉത്തരം ജോൺ റോൾസ്. ഭാഗം 2 പേജ് നമ്പർ 49 നോക്കുക. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് എ തിയറി ഓഫ് ജസ്റ്റിസ് അഥവാ നീതി സിദ്ധാന്തം. ഏഴാമത്തെ ചോദ്യം, UNOയുടെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ഡാഷ് വർഷത്തിലാണ്? UNOയുടെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ഡാഷ് വർഷത്തിലാണ്? ഓപ്ഷൻസ്: 1952, 1945, 1948, 1946. ഉത്തരം 1948. ഉത്തരം 1948. UNOയുടെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10-നാണ്. ഭാഗം 2 പേജ് നമ്പർ 59 ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നോക്കി മനസ്സിലാക്കുക. എട്ടാമത്തെ ചോദ്യം, പിരമിഡ് പൂർത്തീകരിക്കുക. എട്ടാമത്തെ ചോദ്യം, പിരമിഡ് പൂർത്തീകരിക്കുക. ഇന്ത്യൻ നീതിന്യായ വിഭാഗത്തിന്റെ ഘടനയാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, അതുകൊണ്ട് നന്നായി പഠിച്ചിട്ട് പോകുക. പേജ് നമ്പർ 104 കോടതികളെ കുറിച്ച് വിശദമായി കൊടുത്തിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കുക. അതുപോലെ
പേജ് നമ്പർ 111 ഈ പിരമിഡ് ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും നോക്കി മനസ്സിലാക്കുക. പിരമിഡ് പൂർത്തീകരിക്കാം. ഏറ്റവും താഴെ കീഴ്ക്കോടതികൾ, അതിനു മുകളിൽ ജില്ലാ കോടതികൾ, അതിനു മുകളിൽ ഹൈക്കോടതി, അതിനു മുകളിൽ സുപ്രീം കോടതി. ഇതാണ് ഇന്ത്യൻ നീതിന്യായ വിഭാഗത്തിന്റെ ഘടന. 9ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ശരിയായ കോളത്തിൽ ക്രമീകരിക്കുക. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ശരിയായ കോളത്തിൽ ക്രമീകരിക്കുക. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങൾ പ്രതിരോധം, ജയിൽ, കൃഷി, വിദ്യാഭ്യാസം, വനം, ബാങ്കിംഗ്. ഭാഗം 1 പേജ് നമ്പർ 121 യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയുടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കി നല്ലതുപോലെ മനസ്സിലാക്കുക. ഇനി ഇതൊന്ന് കോളത്തിൽ ക്രമീകരിക്കാം. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് പ്രതിരോധം, ബാങ്കിംഗ്. യൂണിയൻ ലിസ്റ്റ്, പ്രതിരോധം, ബാങ്കിംഗ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് കൃഷി, ജയിൽ. സംസ്ഥാന ലിസ്റ്റ്, കൃഷി, ജയിൽ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് വിദ്യാഭ്യാസം, വനം. കൺകറന്റ് ലിസ്റ്റ്, വിദ്യാഭ്യാസം, വനം. ടെക്സ്റ്റ് ബുക്ക് നോക്കി മറ്റുള്ളതും കൂടി മനസ്സിലാക്കുക. 10ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. 10ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകളാണ് ചേരുംപടി ചേർക്കുവാൻ കൊടുത്തിരിക്കുന്നത്. നോക്കാം. 1ാമത്തെ കോളത്തിൽ നിയമവാഴ്ച, മൗലികാവകാശങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ എന്നിവയും 2ാമത്തെ കോളത്തിൽ USA, ബ്രിട്ടൻ, അയർലൻഡ്, ഫ്രാൻസ് എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്നു ചേരുംപടി ചേർക്കാം. നിയമവാഴ്ച ബ്രിട്ടൻ, നിയമവാഴ്ച ബ്രിട്ടൻ. മൗലികാവകാശങ്ങൾ USA, മൗലികാവകാശങ്ങൾ USA. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രാൻസ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രാൻസ്. രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. ഇത് ഭാഗം 1 പേജ് നമ്പർ 22 നോക്കി കൂടുതൽ മനസ്സിലാക്കുക. അടുത്തത് 11ാമത്തെ ചോദ്യം. 11ാമത്തെ ചോദ്യവും ചേരുംപടി ചേർക്കുവാനാണ്. ഇത് ഭാഗം 2 സ്വാതന്ത്ര്യം എന്ന 2ാമത്തെ ചാപ്റ്ററിൽ നിന്നുമാണ് ചേരുംപടി ചേർക്കുവാൻ ചോദിച്ചിരിക്കുന്നത്. കുറച്ച് വ്യക്തികളും അവരുടെ കൃതികളുമാണ് തന്നിരിക്കുന്നത്. നോക്കാം. 1ാമത്തെ കോളത്തിൽ നെൽസൺ മണ്ടേല, ആങ് സാങ് സൂക്കി, JS മിൽ, മഹാത്മാഗാന്ധി. 2ാമത്തെ കോളത്തിൽ ഭയത്തിൽ നിന്നുള്ള മോചനം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, ഹിന്ദു സ്വരാജ്, സ്വാതന്ത്ര്യത്തിലേക്ക്. ഇനി ഇതൊന്നു ചേരുംപടി ചേർക്കാം. നെൽസൺ മണ്ടേല, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. നെൽസൺ മണ്ടേല, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. ആങ് സാങ് സൂക്കി, ഭയത്തിൽ നിന്നുള്ള മോചനം. ആങ് സാങ് സൂക്കി, ഭയത്തിൽ നിന്നുള്ള മോചനം. JS മിൽ, സ്വാതന്ത്ര്യത്തിലേക്ക്. JS മിൽ, സ്വാതന്ത്ര്യത്തിലേക്ക്. മഹാത്മാഗാന്ധി, ഹിന്ദു സ്വരാജ്. മഹാത്മാഗാന്ധി, ഹിന്ദു സ്വരാജ്. ഈ ക്രമത്തിൽ എഴുതുക. അടുത്തത് 2025 അക്ഷരകേരളി മാതൃകാ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. 1ാമത്തെ ചോദ്യം, അജ്ഞതയുടെ മൂടുപടം എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? അജ്ഞതയുടെ മൂടുപടം എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻസ്: JS മിൽ, ജോൺ റോൾസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഉത്തരം ജോൺ റോൾസ്. ഉത്തരം ജോൺ റോൾസ്. അജ്ഞതയുടെ മൂടുപടം എന്ന ആശയം അവതരിപ്പിച്ചത് ജോൺ റോൾസ് ആണ്. 2ാമത്തെ ചോദ്യം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന വിഖ്യാത പ്രസംഗം ആരുടേത്? എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന വിഖ്യാത പ്രസംഗം ആരുടേത്? ഓപ്ഷൻസ്: മാർട്ടിൻ ലൂതർ കിങ്, ഗാന്ധിജി, നെൽസൺ മണ്ടേല, ആങ് സാങ് സൂക്കി. ഉത്തരം മാർട്ടിൻ ലൂതർ കിങ്. ഉത്തരം മാർട്ടിൻ ലൂതർ കിങ്. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന വിഖ്യാത പ്രസംഗത്തിലൂടെ അമേരിക്കൻ നീഗ്രോകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ നേതാവാണ് മാർട്ടിൻ ലൂതർ കിങ്. ഇത് ഭാഗം 2 പേജ് നമ്പർ 58 കൊടുത്തിട്ടുണ്ട്. നോക്കി കൂടുതൽ മനസ്സിലാക്കുക. 3ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓപ്ഷൻസ്: പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, ഗവർണർ. ഉത്തരം ജില്ലാ കളക്ടർ. ഉത്തരം ജില്ലാ കളക്ടർ. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഗവർണർ എന്നിവർ ഭരണഘടനാപരമായ ഉയർന്ന ഭരണസ്ഥാനങ്ങളാണ്. ജില്ലാ കളക്ടർ ഒരു ഭരണ നിർവഹണ ഉദ്യോഗസ്ഥനായതിനാൽ ഒറ്റപ്പെട്ടത് ജില്ലാ കളക്ടറാണ്. 4ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ഉത്തരം ഗ്യാനേഷ് കുമാർ. ഉത്തരം ഗ്യാനേഷ് കുമാർ. ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ്. അതുപോലെ ഇന്ത്യയുടെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ഇന്ത്യയുടെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. 5ാമത്തെ ചോദ്യം, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള
ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ്: കേരളം, തമിഴ്നാട്, കർണാടക, പഞ്ചാബ്. ഉത്തരം കർണാടക. ഉത്തരം കർണാടക. ഭാഗം 1 പേജ് നമ്പർ 84 ഇതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. 6ാമത്തെ ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്ന ജുഡീഷ്യറിയുടെ ഘടന കാണിക്കുന്ന പിരമിഡ് പൂർത്തിയാക്കുക. ചുവടെ നൽകിയിരിക്കുന്ന ജുഡീഷ്യറിയുടെ ഘടന കാണിക്കുന്ന പിരമിഡ് പൂർത്തിയാക്കുക. ഇത് മുൻ ചോദ്യപേപ്പറുകളിലും വിശദീകരിച്ചിട്ടുള്ളതാണ്. ഏറ്റവും താഴെ തട്ടിൽ കീഴ്ക്കോടതികൾ, അതിനു മുകളിൽ ജില്ലാ കോടതികൾ, അതിനു മുകളിൽ ഹൈക്കോടതികൾ, ഏറ്റവും മുകളിൽ സുപ്രീം കോടതി. ഇതാണ് ജുഡീഷ്യറിയുടെ ഘടന. 7ാമത്തെ ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കുക. ചുവടെ നൽകിയിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കുക. ഇത് മുൻ ചോദ്യപേപ്പറുകളിലും വിശദീകരിച്ചതാണ്. ഭാഗം 1 പേജ് നമ്പർ 156 ഈ ചാർട്ട് കൊടുത്തിരിക്കുന്നത്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ. പ്രത്യേക ഭൂരിപക്ഷമാണ് ചോദ്യപേപ്പറിൽ കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളത് കേവല ഭൂരിപക്ഷം, പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. ഇപ്പം ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ: കേവല ഭൂരിപക്ഷത്തോടൊപ്പം പാസാക്കാൻ കഴിയുന്ന ഭേദഗതികൾ, പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പാസാക്കാൻ കഴിയുന്ന ഭേദഗതികൾ, പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി നടപ്പാക്കാൻ കഴിയുന്ന ഭേദഗതികൾ. ഇതാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ. 8ാമത്തെ ചോദ്യം: ചില ഭരണ വിഷയങ്ങൾ ചുവടെ കൊടുക്കുന്നു, അവയെ ശരിയായി പട്ടികപ്പെടുത്തുക. ചില ഭരണ വിഷയങ്ങൾ ചുവടെ കൊടുക്കുന്നു, അവയെ ശരിയായി പട്ടികപ്പെടുത്തുക. ചുവടെ കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ വനം, ബാങ്കിംഗ്, വിദ്യാഭ്യാസം, കൃഷി, പോലീസ്, റെയിൽവേ എന്നിവയാണ്. ഇത് ഭാഗം 1 പേജ് നമ്പർ 121 കൊടുത്തിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. ഇനി ഒന്ന് ശരിയായി പട്ടികപ്പെടുത്താം. കേന്ദ്ര ലിസ്റ്റ് ബാങ്കിംഗ്, റെയിൽവേ. കേന്ദ്ര ലിസ്റ്റ് ബാങ്കിംഗ്, റെയിൽവേ. സംസ്ഥാന ലിസ്റ്റ് കൃഷി, പോലീസ്. സംസ്ഥാന ലിസ്റ്റ് കൃഷി, പോലീസ്. കൺകറന്റ് ലിസ്റ്റ് വനം, വിദ്യാഭ്യാസം. കൺകറന്റ് ലിസ്റ്റ് വനം, വിദ്യാഭ്യാസം. ടെക്സ്റ്റ് നോക്കി ബാക്കിയുള്ളത് കൂടി മനസ്സിലാക്കുക. 9ാമത്തെ ചോദ്യം: ചേരുംപടി ചേർക്കുക. 9ാമത്തെ ചോദ്യം: ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാൻ തന്നിരിക്കുന്നത് ഓൺ ലിബർട്ടി, ഹിന്ദു സ്വരാജ്, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, ഭയത്തിൽ നിന്നുള്ള മോചനം എന്നീ കൃതികളും മഹാത്മാഗാന്ധി, ആങ് സാങ് സൂക്കി, JS മിൽ, നെൽസൺ മണ്ടേല എന്നീ വ്യക്തികളുമാണ്. ഇനി ഇതൊന്ന് ചേരുംപടി ചേർക്കാം. ഓൺ ലിബർട്ടി JS മിൽ, ഓൺ ലിബർട്ടി JS മിൽ. ഹിന്ദു സ്വരാജ് മഹാത്മാഗാന്ധി, ഹിന്ദു സ്വരാജ് മഹാത്മാഗാന്ധി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല. ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാങ് സൂക്കി, ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാങ് സൂക്കി. ഇത് ഈ ക്രമത്തിൽ എഴുതുക. അടുത്തത് 10ാമത്തെ ചോദ്യം: മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടിട്ടുള്ള ചില വ്യവസ്ഥകൾ താഴെ കൊടുക്കുന്നു, അവ ശരിയായി പട്ടികപ്പെടുത്തുക. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടിട്ടുള്ള ചില വ്യവസ്ഥകൾ താഴെ കൊടുക്കുന്നു, അവയെ ശരിയായി പട്ടികപ്പെടുത്തുക. ഭാഗം 1 പേജ് നമ്പർ 22. താഴെ കൊടുത്തിരിക്കുന്ന വ്യവസ്ഥകൾ: മൗലിക അവകാശങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നിയമവാഴ്ച, നിർദ്ദേശക തത്വങ്ങൾ. ഇനി ഇതൊന്നും ക്രമത്തിൽ എഴുതാം. ബ്രിട്ടൻ നിയമവാഴ്ച, ബ്രിട്ടൻ നിയമവാഴ്ച. അയർലൻഡ് നിർദ്ദേശക തത്വങ്ങൾ, അയർലൻഡ് നിർദ്ദേശക തത്വങ്ങൾ. അമേരിക്കൻ ഐക്യനാടുകൾ മൗലികാവകാശങ്ങൾ, അമേരിക്കൻ ഐക്യനാടുകൾ മൗലികാവകാശങ്ങൾ. ഫ്രാൻസ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രാൻസ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇവയൊക്കെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടിട്ടുള്ള വ്യവസ്ഥകൾ. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.